നമ്മളെ മഞ്ഞുമൽ ബോയ്സ് എമ്മാതിരി കളക്ഷൻ തൂക്കിയടി അടിക്കണേ. തമിഴ്നാട്ടിൽ മാത്രം 10 crore plus ആണ് കളക്ഷൻ. ഇങ്ങനെ പോയ കളക്ഷന് വിജയമൊന്നും ഇവിടെ കൊണ്ട് നിൽക്കൂല. ഷാജെ, പണി അറിയുന്നവനെ പടം എടുത്താൽ അത് ചരിത്ര വിജയമായിരിക്കും. മനസ്സിലായ? നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ഷൻ എന്താ അവന്റെ പേര്? ചിദംബരം. നമ്മളാ ഗണപതിന്റെ പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ പയ്യൻ എന്താ കുട്ടിന്റെ ടാലന്റ്! സൂപ്പർ. അപ്പ സൂപ്പർ. ജാനുമൽ സിനിമ ഉണ്ടോ? എന്താ പടം! പിന്നെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ 2 പ്രാവശ്യം കണ്ടു. സൂപ്പർ അല്ലേ പടം? ഈ ചിദംബരം നമ്മളെ മലയാള സിനിമക്ക് ഒരു നല്ല മുതൽക്കൂട്ടായി. പടം സൂപ്പർ ഹിറ്റ്. രണ്ടാമത്തെ പടം ബ്ലോക്ക് ബസ്റ്റർ അല്ല, അതുക്കും മേലെ സൂപ്പർ അല്ലേ? വെൽ ഡൺ മിസ്റ്റർ ചിദംബരം. കീപ് ഗോയിങ്. ഇനി ഇതുപോലെയുള്ള മിടുക്കന്മാർ കയറി വരട്ടെ. ഇപ്പോ ഒരേ സമയം 3 ഗംഭീര വിജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും മലയാള സിനിമയിലെ സംവിധായക സിംഹങ്ങളും സ്ക്രിപ്റ്റ് റൈറ്റർ പുലികളും ഇതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. എന്ത് മനസ്സിലാക്കാം? നോക്കിക്കോ, ഇതുപോലെ പല ഗുണ്ടുപടമായിട്ട് പലരും വരും. തിയേറ്ററിൽ ഫസ്റ്റ് ഷോക്ക് ഒന്ന് പൊട്ടിക്കും. പിന്നെ റിലീസ് ചെയ്യുന്ന തിയേറ്ററിൽ ഒരു ഈച്ച പോലും ഉണ്ടാവില്ല. ഇതെത്ര നമ്മൾ കണ്ടിരിക്കുന്ന സാധ്യത. ഇനി എത്ര കാണണം? അത് മാത്രം കണ്ടാ പോരല്ലോ. പടം പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഒരു കോമഡി ഷോ ഉണ്ടല്ലോ, ചാനലിൽ കയറുന്നത് റിവ്യൂ എന്നിട്ടൊരു കരച്ചിലുണ്ട്. അതവരുടെ സ്ഥിരം പരിപാടിയാണ്, റിവ്യൂ ബോംബിങ്. റിവ്യൂ കാരണം കൊണ്ടാണ് സിനിമ പൊട്ടുന്നത്. ഒറ്റ തള്ളാണ്. ഒന്നുമല്ല, പ്രൊഡ്യൂസർമാരെ പറ്റിക്കാൻ പിടിച്ചു നിൽക്കണ്ടേ. ഇവരാണ് തിയേറ്ററില് ബോംബ് പൊട്ടിക്കുന്ന സത്യം ഇവര് അംഗീകരിക്കൂല. ഇനിയെങ്കിലും ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. റിവ്യൂ ചെയ്യുന്നത് കൊണ്ടല്ല സിനിമ പൊട്ടുന്നത്. ഇവർ ചെയ്യുന്ന സാധനങ്ങള് പ്രേക്ഷകർക്ക് രസം തോന്നണ്ടേ? അതിന് പറ്റിയ സാധനങ്ങൾ അവർ പടച്ചു വിടണം. അതിന് അവർ ആദ്യം ജനങ്ങളുടെ പൾസ് അറിയണം, മനസ്സറിയണം. അങ്ങനെ അവർ അതിനുള്ള വിവേകവും ഒരു മുൻധാരണയൊക്കെ അവർക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് അറിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. മുഖം നന്നാകത്തേന് കണ്ണാടിയെ തല്ലിപ്പൊട്ടിക്കുന്ന സ്വഭാവം സാറുമാരാദ്യം നിർത്തണം. അല്ലെങ്കിൽ ഒരുപാട് കോടീശ്വരന്മാർ ലക്ഷപ്രഭുക്കളാകേണ്ട അവസ്ഥ മലയാള സിനിമ കാണേണ്ടി വരും. ഓടി കാറിൽ വന്നവൻ ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. സംഭവിക്കാം. ഓക്കെ, ശുഭം.